അല്ല ഇത് ആരത് ബാബു? രാവിലെന്താ തോട്ട് കുടിഞ്ഞ നനയൊക്കെ ഇവിടാണോ? രാവിലെ വെണ്ണുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടോ? എന്തോ പറയാനെന്റെ രാജു, ഇന്നലെ ഒരു അല്പം ഒരു 90 അടിച്ചു. ആകെ പശപ്പശക്കായി. പെണ്ണുമ്പളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ സത്യം പറഞ്ഞാലേ പതിവില്ലെങ്കിൽ പോലും കടത്തന്നെ കിടന്നുറങ്ങിയ. അപ്പൊ രാവിലെ നനത്തി വിളിക്കാച്ച് വീട്ടിൽ കയറാൻ വിചാരിച്ചു. അല്ല അത് പിന്നെ കിട്ടുന്ന കാശ് കൊടുത്ത് വെള്ളം അടിച്ചാൽ മാത്രം പോരാ, വീട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യം കൂടെ ഒക്കെ നോക്കണേ. അല്ലാത്ത വർഷം കടത്തന്നെ കിടക്കേണ്ടി വരും. പിന്നെ എന്റെ ബാബു കാര്യം വല്ല ഉണ്ടായോ? അതിനൊക്കെ കാര്യം ഒന്നുമില്ല രാജു. അതൊന്നും അല്ല എന്റെ പൊന്ന് ബാബു, എന്തോ ഒരു കാര്യമുണ്ട്. അല്ലേ കേക്കട്ടെ, എന്താ പറഞ്ഞേ? ഉള്ളത് ഞാനങ്ങ് പറയാം. നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാലോ, ഞാനൊരു രാഷ്ട്രീയ നേതാവൊക്കെയാണല്ലോ. എന്നാൽ മുതിർന്ന ഒരാളുമാണ്. ഇപ്പോ നമ്മുടെ ഇവിടെ കൊടി പിടിക്കാനോ യൂണിയൻ നടക്കാനോ ബാൾ പോസ്റ്റ് ഒട്ടിക്കാനോ ബാൻഡർ ഒട്ടിക്കാനോ ഇംഗ്ല വിളിക്കാനോ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഒരു മനുഷ്യനെ പോലും കിട്ടാനില്ല. കൂലി കൊടുത്ത് പോലും വരാൻ ആളില്ല. ആ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരെ ഒന്ന് സ്റ്റഡിയാക്കി എടുക്കാൻ വേണ്ടി ഇതൊന്ന് മലയാളത്തിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഞങ്ങളുടെ ഒരു മുതിർന്ന നേതാവ് വിളിച്ച് പറഞ്ഞ് ഞാനും കൊണ്ടു പോയി. സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. അല്ല എന്റെ ബാബു സാറ് ഇങ്ങനെ അവിടെ പോയ പെണ്ണുങ്ങളെല്ലാം കീറും കണ്ണുകുട്ടിക്ക് വെച്ച്. അല്ല അടിക്കാത്തത് ഭാഗ്യം. ഈ വന്ന കാലത്ത് ആരെങ്കിലും ഇതിനൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുമോ? സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ജനങ്ങളെല്ലാം ബോധവാന്മാരായി. സാറിന് നാളോ മാനവില്ല. ഈ 90-ാമത്തെ വയസ്സിൽ രാഷ്ട്രീയം കളിച്ച് നടക്കാൻ ഈ ചെയ്യുന്ന ഒരു പണിയല്ലേ നോക്ക്? ഒരു പണിയില്ലേ? കഷ്ടം. നിങ്ങൾ പറഞ്ഞ കാര്യം ഒരു കാര്യം സത്യമോ? ഈ സോഷ്യൽ മീഡിയ വന്നത് അത് നല്ല കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷം നോക്കുമ്പോൾ അതൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ കാലത്തൊക്കെ. ഏതാനും ചില അനിശ്ചിത സംഭവങ്ങൾ മാത്രമേ പുറത്തറിയുള്ളായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് ഏതൊരു കാര്യവും അന്നേരം ലൈവിലൂടെ ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജനം. പക്ഷെ ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയ നല്ലതും ചീത്തയും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ നല്ലത് തന്നെയാണ്. അത് ഇനിയും വരട്ടെ. അത് വലിയ ശക്തിയായി പ്രവർത്തിക്കട്ടെ. അത് നല്ല കാര്യമാണ്. ഇതാരാ? അത് അൻസാറാണോ ഓടി വരുന്നത്? എന്ത് പറ്റി? എന്താ സംഭവം ഉണ്ടായല്ലോ? അയ്യോ ഇതാര് പാവോ? എന്റെ അമ്മമാരെല്ലാം കൂടെ എന്നെ ഓടിച്ച ബംഗാളികള്. ഇയാളാ പൈസ കൊടുത്തായിരുന്നു അമ്മമാർക്ക്. ആ അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ജാഥയും വിളിപ്പിച്ച് അമ്മമാർക്ക് ട്രെയിനിങ്ങും കൊടുപ്പിച്ചിട്ടു. അമ്മമാരെന്നെ കല്ലുവറക്കെ എറിഞ്ഞില്ലെന്നേ ഉള്ളു. അറിയാം, ഞാൻ ഓടി രക്ഷപ്പെടായിരുന്നു കണ്ണം വഴി അതിലേക്കൂടെ. എവിടെ നിന്നടാ ഇയാളൊക്കെ ഇത്? എന്റെ സാറേ എന്തോ പറയാനാ. ഇന്നലെ ആ പൈസ എടുത്ത് ഞാൻ ഒരു ചെറിയ കോട്ടം അടിച്ചു. പിന്നെ ഇച്ചിരി പൈസ മടിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് കെട്ടി വെച്ച് ഞാൻ വീട്ടിൽ ചെന്ന് ചെറിയൊരു വിഷയം ഉണ്ടായി. ഞാൻ കടത്തണ്ണയിലാണ് കിടന്നത്. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. ആരണ്ട ആ പൈസ എടുത്തിട്ട് പോയി. പിന്നെ ഞാൻ മറി കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് എന്തോ പറയാനാ. ഇയാളെയൊക്കെ ആരൊക്കെ ഇങ്ങളൊക്കെ ഏൽപ്പിക്കുന്നു? വല്ലവരും കൊടുക്കേണ്ട പൈസ കൊടുത്ത് കൂറ പിടിച്ച് കടത്തന്നെ കിടന്ന് ഉറങ്ങി. അതിനാണ് വൃത്തിയായിട്ടവനൊക്കെ നടക്കുക രാഷ്ട്രീയം കളിക്കാനാണ്. പുളുത്തി അന്യ സംസ്ഥാന തൊഴിലാളികളെ എന്നെ എറിഞ്ഞ് നൂത്തേനായിരുന്നു. അയ്യോ കഷ്ടം തന്നെ നിങ്ങളൊക്കെ കാര്യം. കുറെ നാളുകൊണ്ട് പുളുത്താനായിട്ട് നടന്നല്ലോ. ഒരു മര്യാദ വേണ്ടേ ഇതിനൊക്കെ? കാശ് തന്ന മറ്റേ പുണ്ണാക്കം മേടിച്ച് അടിച്ചിട്ട് ഏതെങ്കിലും കടത്തിന്റെ കിടന്ന് ഉറങ്ങും. സാറേ ഒരിക്കൽ തന്നെ ക്ഷമിക്ക. ഒരബദ്ധം പറ്റി. ഒരബദ്ധം പോലീസുകാരനും പറ്റിയൊന്നൊരു പഴഞ്ചൊല്ലില്ലേ? തൽക്കാലം ക്ഷമിച്ചാട്ടെ. എവിടെ നിന്നടാ ഇയാളൊക്കെ? കൊള്ളാം, ഒരബദ്ധം പറ്റി. എന്റെ ബാബു സാറേ ഇതിപ്പോ അത്ര അബദ്ധമായി. കഴിഞ്ഞ സംസ്ഥാന യൂണിയന്റെ റാലിക്ക് പോയപ്പോ അന്ന് എന്ത് വേണം കവടി കിടന്ന് കാണിച്ച് അവിടെ കൂരം കോരി കുടിച്ചിട്ട് നാട്ടുകാർക്കെന്റെ പേര് ദോഷമായി വാളും വെച്ച് എന്തോ നാണക്കേടോടെ ഇങ്ങനെ കാണിക്കുന്നു. രാഷ്ട്രീയക്കാരൻ നടക്കുന്നു. പോയി ഒരു പണിയല്ലേ പോയി നോക്കാം. പക്ഷെ കേട്ട അടക്കുക. അയ്യോ എന്തൊരു പാപ. എവിടെ നിന്നടാ ഇയാളൊക്കെ? ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ഏൽപ്പിക്കുമ്പോഴേ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടാ. പാലപലാതി എന്തെന്നടേ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്കട്ടെ, മുഖത്ത് നോക്കട്ടെ. കള്ളന്മാരുടെ ലക്ഷണമൊന്നും മേലെ ഇതൊന്നും ആവർത്തിക്കില്ല പറഞ്ഞു. എന്നാലേ ഇതിന്റെ പുറകെ നടന്നിട്ട് കുറെ കാലങ്ങളായില്ലേ? അല്പസ്വല്പ കാര്യങ്ങളൊക്കെ നമുക്കും അറിയാം. പിന്നെ ഇച്ചിരി തരികടയൊക്കെ വേണം, എന്നെങ്കിലും ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അയ്യോ ഇത് എന്തൊരു ചാമാനം. ഇതുപോലത്തെ ഇനി ഒരു മൂടോടെ ഉണ്ടാടെ കുടുംബത്തില്. എന്താ ദൈവമേ, നാട്ടുകാരെയും പറയിപ്പിക്കും, രാഷ്ട്രീയക്കാരെയും പറയിപ്പിക്കും, അന്യ സംസ്ഥാന തൊഴിലാളികളെയും പറയിപ്പിക്കും. കൊള്ളാം. നിന്നെയൊക്കെ തന്നെ ഓരോ പാർട്ടിക്ക് കൊണ്ട് നടക്കണം, ഓരോ കാര്യങ്ങൾക്ക് കൊണ്ട് നടക്കണം. ബാബു സാറേ ഞാൻ വീട്ടിലോട്ട് പോവാണ്. എന്നിട്ട് ഒത്തിരി പണി കിടപ്പുണ്ട്. ആ 2 പശുവിന് പുല്ലരിയാനുണ്ട്.
പക്ഷേ കാട് കൊടുക്കണം അവളെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒക്കത്തില്ലേ. എൻ്റെ അവസാനത്തേക്ക് കളയാൻ ആശ കൊടുക്കാൻ വരുമ്പം നമ്മളെ ഭാര്യയും പിള്ളേരെ നമ്മളെ നോക്കാൻ കാണത്തുള്ളൂ. ഈ രാഷ്ട്രീയക്കാരും കാണത്തില്ല കേട്ടോ. വേറെ പണി വല്ലതും പോയി നോക്ക്. ഞാൻ അവിടെ പോട്ടെ, വരുവാ. അയ്യോ ഇത് വേറെ പണിയുണ്ട്. അയ്യേ ആ പോവാന്നോ? താൻ പറഞ്ഞു എല്ലാം കറക്റ്റ് കാര്യങ്ങളാണോ? ഇതൊക്കെ എനിക്കറിയാം. ഞാൻ കുറെ കാലം അനുഭവിക്കുന്നല്ലയോ. പിന്നെ ഞാനും നിർത്തുവാ ഈ പരിപാടി. കാരണം ഇത്രയും കാലം എന്റെ പുറകെ നടന്നിട്ട് എന്ത് മണ്ണാൻ കെട്ടി എനിക്ക് കിട്ടിയേ. പക്ഷെ കഴിവുള്ളവർ കൊണ്ടുപോയി വയറ് വീർപ്പിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ പട്ടിണിക്കാരെ അതിനകത്ത്. പരിപാടി ഞാനും ക്ലോസ് ചെയ്യാൻ പോവാ. ഇനി ഇതിന്റെ പുറകെ നടന്ന് ഏതൊരു അഭ്യാസവും കാണിക്കാൻ പോകുന്നില്ല. എന്താ പോരെ? ആ അതാ നല്ലത്. പോയി കൂലിപ്പണിയായിട്ട് ജീവിക്കാൻ നോക്കും. ചുമ്മാ ഈ അന്തിന് മുന്നിനെ പുറകെ സമയം കളയാതെ പോയി ജോലിയായിട്ട് ജീവിച്ച ഭാര്യയ്ക്കും മക്കം ചെലവിന് കൊടുക്കും കേട്ടോ. അപ്പൊ ഞാൻ കേട്ടെ, എനിക്ക് സമയമില്ല. ഞാൻ കേട്ടെ.